bounds. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു വാച്ചിന്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ഫയർ ബോൾട്ടിന്റെ. നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. മൈജിയുടെ കവറിനകത്താണ് വരുന്നത്. ഇതാണ് വാച്ചിന്റെ ബോക്സ്. ഇതിനകത്ത് മേളിൽ ഫയർ ബോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. മെറ്റൽ എഡിഷൻ ആണ്. ഒരു വാച്ചിന്റെ പടം കൊടുത്തിട്ടുണ്ട്, MS ധോണിയുടെ ഫോട്ടോയും. സൈഡിലേക്ക് ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ ഫയർ ബോൾട്ട് എന്നുണ്ട്. മെയിൻ ഫീച്ചേഴ്സ് ഇതാണ്: ബ്ലൂടൂത്ത് കാളിംഗ്, സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, ക്യാമറ കൺട്രോൾ, സ്ലീപ്പ് മോണിറ്ററിങ്, IP67 വാട്ടർ റെസിസ്റ്റൻറ്റ്, വെതർ അപ്ഡേറ്റ്സ്. നമുക്ക് തുറന്നു നോക്കാം. തുറക്കുമ്പോൾ ഇങ്ങനൊരു അടുത്തൊരു വൈറ്റ് ബോക്സിലാണ് വരുന്നത്. അപ്പോൾ ഫയർ ബോൾട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചുറ്റിനുമൊന്നുമില്ല. തുറക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വാച്ച് വരുന്നത്. ഫയർ ബോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് വാച്ച് എടുക്കാം. വാച്ച് എടുക്കുമ്പോൾ ഈ റൗണ്ട് ഷേപ്പിലാണ് വാച്ച്. ഇങ്ങനെ ഫ്രണ്ടിലൊരു ഗാർഡ് രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കിൽ സെൻസർ, ഫയർ ബോൾട്ടിൻ്റെ ബ്രാൻഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാച്ച് ഇവിടെ വെക്കാം. ബോക്സ് നോക്കാം. ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് ചാർജർ വരുന്നുണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിക് ചാർജറാണ്. പിന്നെ ഇതിൻ്റെ വാർണിംഗ് എന്നും പറഞ്ഞ് ഫാസ്റ്റ് ചാർജിൽ യൂസ് ചെയ്യലെന്ന് പറഞ്ഞുള്ള സംഭവമുണ്ട്. അതിനുശേഷം സ്പോട്ടിഫൈയുടെ സബ്സ്ക്രിപ്ഷൻ്റെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. അടുത്ത വാരൻറ്റി കാർഡാണ്. 1 ഇയർ വാരൻറ്റി ഉണ്ട്. പിന്നെ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയുടെ വൗച്ചർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബുക്കാണ്, യൂസർ മാനുവൽ, സ്മാർട്ട് വാച്ച് യൂസർ മാനുവൽ. കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്ട്രാപ്പാണ്, മാഗ്നറ്റിക് സ്ട്രാപ്പാണ്. നമുക്ക് വാച്ച് എടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് 100% ചാർജ് ആക്കണം. 60 മിനിറ്റ് എടുക്കും ചാർജ് ആവാൻ. അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്, ഫുള്ളാക്കിയിട്ടുണ്ട്. ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ MS ധോണിയുടെ ഒരു വാൾപേപ്പറാണ് വരുന്നത്. നമുക്ക് ഈ സ്റ്റിക്കർ ഇനി അയക്കണം. അതിനകത്ത് കുറേ വാൾപേപ്പർ വരുന്നുണ്ട്. 12 വാൾപേപ്പർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ മെനു ഈ സൈഡിലോട്ട് ആക്കുമ്പോഴാണ് വരുന്നത്. ഈ പച്ച കളറിലെ ഐക്കണിനകത്ത് ഞെക്കുമ്പോഴാണ് മെനു വരുന്നത്. അതിനകത്ത് ആദ്യം ആക്ടിവിറ്റി എന്നും പറഞ്ഞ് കുറച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സ്റ്റെപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ്, ഫോൺ കാള്, ബ്ലൂടൂത്ത് കാളിംഗ് ഉള്ളതാണിത്. എക്സസൈസ് റെക്കോർഡെന്നും പറഞ്ഞുണ്ട്. ഓക്സിജൻ്റെ അളവിൻ്റെ ഉണ്ട്. സ്ട്രെസ് എന്നും പറഞ്ഞുണ്ട്. വെതർ, മെസ്സേജ് വരുന്നത്, ക്യാമറ, ഈ ഫോണിനകത്ത് ഇത് ഷട്ടർ ബട്ടൺ ഉണ്ട്, മ്യൂസിക് പ്ലെയർ ഉണ്ട്, റിലാക്സേഷൻ ഉണ്ട്. പിന്നെ AI വോയിസ് വരുന്നുണ്ട്, ടൈമർ, അലാറം, സ്റ്റോപ്പ് വാച്ച്, സൈക്കിൾ ട്രാക്കിംഗ്, വേൾഡ് ക്ലോക്ക്, ഫൈൻഡ് ഫോൺ, കാൽക്കുലേറ്റർ, ഗെയിംസ്, സെറ്റിങ്സ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. സെറ്റിങ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേ ആയത്, ബ്രൈറ്റ്നസ്, സ്ലീപ്പ്, വാച്ച് ഫേസ്, മെനു വ്യൂ, റേസ് ടു വേക്ക്, വൈബ്രേറ്റ് ആൻഡ് റിങ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ലോ പവർ മോഡ്, ഫോൺ കാള്, സിസ്റ്റം, എബൌട്ട് വരുന്നുണ്ട്. സിസ്റ്റം എടുക്കുമ്പോൾ റീസെറ്റ്, പവർ ഓഫ്, റീസെറ്റ്, എബൌട്ട് വരുന്നുണ്ട്. എബൌട്ട് എടുക്കുമ്പോൾ ആപ്പ് QR കോഡും വേർഷൻ എന്നും പറഞ്ഞ് എടുക്കുന്നുണ്ട്. അത് ഈ സൈഡിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഏത് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ സംഭവം ഇങ്ങനെ സൈഡിൽ എടുത്തിടാൻ നോക്കും. ഇനിയും ആഡ് ചെയ്യാൻ നോക്കും. പിന്നെ താഴോട്ടാക്കുമ്പോൾ കോളിൻ്റെത് വരുന്നുണ്ട്. മെനു വ്യൂയുടെ വരുന്നുണ്ട്. ബ്രൈറ്റ്നസ് വരുന്നുണ്ട്.
ഫുൾ ബ്രൈറ്റ്നെസ് ആക്കിയിട്ടുണ്ട്. എബൌട്ട് ഇവിടെയും വരുന്നുണ്ട്. കോൾ ലിസ്റ്റിൻ്റെത്, സെറ്റിങ്സ്. ഇപ്പോൾ ഇവിടെ ഒരു ഡേറ്റും ടൈമും എല്ലാം കാണിക്കുന്നുണ്ട്, ദിവസവും എല്ലാം. അപ്പോൾ നമ്മൾ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കാളി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മെനുവിൽ പോയിട്ട് ഫോൺ കാൾ എന്നുള്ള ഇതെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു നമ്പർ ഡയൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കോള് എടുക്കുമ്പം സ്പീക്കറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, മ്യൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കും. നമുക്ക് മ്യൂസിക് നോക്കാം. മ്യൂസിക് പ്ലേ ചെയ്യാം. ഫോണിനകത്ത് മ്യൂസിക് ഇടാം. അപ്പോൾ നല്ല ക്ലാരിറ്റി ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ല സൗണ്ട് ഉണ്ട്. ഈ വാച്ചിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൊക്കെ അങ്ങ് അടിച്ചു പൊളിച്ചേരെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഏവർക്കും ബൈ.